ഇനി കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. ഏട്ടാ, ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. തെറ്റേതാ ശരി ഏതാന്ന് എനിക്കറിയാം. എല്ലാം ശരിക്ക് നടക്കും. പോകെ പോകെ എന്റെ വാക്കുകൾക്ക് യാതൊരു ബലം തരുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അതവളെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. നമ്മൾ ദേവാലയത്തിലേക്ക് പോകും, യോഗങ്ങൾക്ക് പോകും, പക്വതയോടെ പെരുമാറുന്നുണ്ടായിരിക്കാം. നമ്മുടെ ഭർത്താവിനെ ബഹുമാനിക്കുന്നുണ്ടോ? ഭർത്താവിന്റെ വാക്കുകൾക്ക് കീഴടങ്ങാറുണ്ടോ? ദൈവം നമുക്ക് തന്ന ഭർത്താവിനെ ബഹുമാനിക്കണം. ബഹുമാനിക്കാൻ നാം പഠിക്കണം. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. സ്ത്രീകളുടെ ഉള്ളിൽ ഒരു ഉണർവുണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി കർത്താവ് തന്നെ തുടങ്ങി നടത്തിക്കൊണ്ടു പോകുന്നത്. ഇതിനായി നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. പ്രാർത്ഥനയോടെ ഈ പരിപാടി തുടർന്ന് കാണുക. ദൈവം തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ വലിയ മാറ്റം കൽപ്പിച്ചരുളും. ഇന്നേ ദിവസം ഭർത്താവിന്റെ വാക്കുകളെ മാനിക്കുക എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. പല ഫെമിനിസ്റ്റുകളും പരിഷ്കാരം കൊണ്ടുവരുന്നു എന്നുള്ള പേരിൽ ഭർത്താവിന് കീഴടങ്ങി അദ്ദേഹത്തിന്റെ വാക്കുകളെ ബഹുമാനിക്കുന്നത് സ്ത്രീ അടിമത്വമാണെന്ന് പറഞ്ഞ് വിമർശിക്കാറുണ്ട്. അങ്ങനെ അവർ പറയുന്നതിനെ പലരും അംഗീകരിച്ച് ഭർത്താവിന്റെ വാക്കുകളെ മാനിക്കാത്തതുകൊണ്ട് ധാരാളം കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടാറുണ്ട്. ഭർത്താവിന്റെ വാക്കുകൾക്ക് കീഴടങ്ങുന്നതിനെ ബൈബിളിൽ സ്ത്രീകളുടെ അലങ്കാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജാതികളുടെ അമ്മയായ സാറ പോലും അബ്രഹാമിന്റെ ഓരോ വാക്കിനും കർത്താവേ എന്ന് പറഞ്ഞ് കീഴടങ്ങുമായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അതിനാൽ സ്ത്രീകളായ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ വാക്കുകളെ ബഹുമാനിച്ച് അദ്ദേഹത്തിന് കീഴടങ്ങി ജീവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും സമാധാനം നിലനിൽക്കും. ഇപ്പോൾ നമുക്ക് ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. ഏട്ടാ, എന്നെ പുതിയൊരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, കഴിഞ്ഞ ആഴ്ച കൂടി നീ പോയിട്ട് വന്നല്ലേ? അതല്ലേ? അതെ ഏട്ടാ, അവരിപ്പോഴാ വിളിച്ചത്. ഈ ആഴ്ച തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാനാ പറഞ്ഞ്. അതെ, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് നല്ലതല്ലേ? നല്ലതൊക്കെ തന്നെയാ, പക്ഷേ ഇവര് സാലറി കൂടുതൽ തരുന്നുണ്ടല്ലോ. സാലറിയുടെ കാര്യം ടൈമിംഗ് ഒക്കെ എങ്ങനെയാ? ടൈമിംഗ് കുറച്ച് ബുദ്ധിമുട്ടാ. രാവിലെ നേരത്തെ പോണം, രാത്രി ലേറ്റായിട്ടേ വരൂ. നൈറ്റ് ലേറ്റ് ആകുമോ? വേണ്ട മാരുതി, ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസ് വളരെ സേഫാണ്. പുതിയ ഓഫീസ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതൊക്കെ സേഫ് തന്നെ ആയിരിക്കും ഏട്ടാ. നമ്മുടെ കടമൊക്കെ പെട്ടെന്ന് അടച്ചു തീർക്കാലോ. നീ ഇപ്പോ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയില്ലേ? അങ്ങനെയാണ് പ്രാർത്ഥിക്കേ. ഇതിനൊക്കെ എന്തിനു പ്രാർത്ഥിക്കണം? കർത്താവ് അലോ ചെയ്യുന്നുണ്ട്, അത് പൂർണ്ണ മനസ്സോടെ നമ്മൾ സ്വീകരിക്കല്ലേ വേണ്ടേ? ഇതെന്തോ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കേ ഞാൻ ചെയ്യുന്നത് എന്നാ ശരിയായിട്ട് തോന്നിയിട്ടുള്ള? മാലതി, നീ എടുത്തിയാടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നീ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ MD ഞാൻ കണ്ടു. മാലതി നല്ല സ്റ്റാഫാണ്. ഇവിടെ അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാം. ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ സാലറി ഇൻക്രിമെന്റ് ആകും. പിന്നെ എന്തിനാണ് വേറൊരു ഓഫീസിൽ പോകുന്നതെന്ന് പറയുന്നതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ നിന്റെ MD എന്നോട് പറഞ്ഞു. ഇതന്നെ അവർ 1 വർഷമായിട്ട് പറയുന്നത്. സാലറി കൂട്ടി തന്നതേയില്ല.
ഇനി കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക് മാലതി. ഏട്ടാ, ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ല. തെറ്റ് ഏതാ ശരി ഏതാന്ന് എനിക്കറിയാം. എല്ലാം നന്നായി നടന്നോളും. നിങ്ങൾ കൂളായിട്ടിരിക്കെ, ടെൻഷൻ ആവണ്ട. എന്താ അച്ഛാ ഇത്? അവൾ ചില സമയത്ത് കുഴപ്പമൊന്നുമില്ല, ചില സമയത്ത് വേറെ സ്വഭാവം. പോകെ പോകെ എൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും തരുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അവളത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. എൻ്റെ വാക്കുകളെ ശരിക്കും പുച്ഛിച്ച് തള്ളുകയാണ് അച്ഛാ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ജോലി തന്നെ അച്ഛാ. പക്ഷെ അത് കളഞ്ഞിട്ട് വേറെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവാണെന്നാണ് പറയുന്നത്. ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി, എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കിട്ടുന്നില്ല. ഞാൻ വേണമെങ്കിൽ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അച്ഛൻ സംസാരിച്ചാലും അവൾ കേൾക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സംസാരിച്ച് നോക്കട്ടേന്നേ. ശരി അച്ഛ. മാലതി, അടുത്ത ആഴ്ച എൻ്റെ അനിയത്തി നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്ക് വരുന്നുണ്ട്. അതിനെന്താ, വരട്ടെ ഏട്ടാ. അവൾ വരുമ്പോ നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് എവിടെയെങ്കിലും പുറത്തു പോയാലോ? എവിടെ പോവാന്ന് പറയും മാലതി. ഹലോ സർ. ഹലോ മാലതി, സുഖാണോ സർ? സുഖാണല്ലോ അല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മാലതി, മാലതി തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശരി, പറയാൻ സർ. വേണ്ടിയാ ഞാനിപ്പോ ആ, മാലതി അത് വിളിച്ചത്. പിന്നെ- മറ്റേ അതെ, GST അതെ. ഫയൽ ചെയ്തപ്പോഴേ ഈ അടുത്തായിട്ട് ഇവർക്ക് ഭയങ്കര മാറ്റമാണല്ലോ. എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. മാലതി, മാലതി, എന്താ മോളെ, ഏതോ പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറാൻ പോകുന്നെന്ന് കേട്ടു. അതെ അച്ഛാ, നല്ല കമ്പനിയാ, ശമ്പളവും കൂടുതലാ. അതുകൊണ്ടാ ഞാൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. ശരി, നിന്റെ തീരുമാനം അതായിരിക്കാം. പക്ഷേ നിന്റെ ഭർത്താവിനോട് അഭിപ്രായം ചോദിച്ചോ? അദ്ദേഹത്തിന്റെ തീരുമാനം ഞാൻ എന്തിനു പ്രതീക്ഷിക്കണം? ഏട്ടൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകാൻ പാടില്ലേ? ഞാൻ അതല്ല മോളെ പറഞ്ഞു വന്നത്. നേരത്തെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ പുതിയൊരു ജോലിക്ക് പോകുമ്പോ ആ കാര്യം ഭർത്താവിനോട് പറയണ്ടേ? അച്ഛാ, ഏട്ടനെല്ലാം എന്നോട് ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? അദ്ദേഹം സമ്പാദിക്കുന്നു, അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ജീവിക്കുന്നത്. ഞാനും സമ്പാദിക്കുന്നുണ്ട്, എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശമില്ലേ? എന്താ മോളെ ഇങ്ങനെ? ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് തെറ്റായിട്ടെടുത്താ എങ്ങനെയാ? ഞാൻ ഒന്നും തെറ്റിദ്ധരിച്ചിട്ടില്ല അച്ഛാ. അച്ഛനാ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റായി മനസ്സിലാക്കി എന്നോട് സംസാരിക്കുന്നത്. ഞാനിപ്പോ എന്റെ പുതിയ MD കാണാനാ പോന്നെ. ഈ ആഴ്ച തന്നെ ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യച്ചാ. ഒന്ന് സന്തോഷിക്ക്, വിഷമിക്കണ്ടച്ചാ. ഇതാ ചേച്ചി. എന്താ മാലതി സ്വീറ്റ് ഒക്കെ തരുന്നത്? ചേച്ചി, എനിക്കൊരു പുതിയ കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാ. അതെയോ മാലതി, വളരെ സന്തോഷം. എങ്കിലും എനിക്ക് എന്തോ ഒരു പേടി. പേടിയോ? ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഓർത്താണോ? നീ ജോലിക്ക് പോകുന്ന സ്ഥലത്തെക്കുറിച്ചല്ല, നിന്നെക്കുറിച്ചാണ് ഇപ്പൊ എന്റെ പേടി. എന്നെക്കുറിച്ചോ? എന്തൊക്കെയാ ചേച്ചി ഈ പറയുന്നേ? അതെ മാലതി, ഈ അടുത്തായിട്ട് നിന്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ നീ നിന്റെ ഭർത്താവിന്റെ വാക്കുകളെ മാനിക്കുന്നേ ഇല്ലല്ലോ. നിന്റെ ശമ്പളം കൂടി പുതിയ ഒരു ജോലിയും കൂടെ കിട്ടുമ്പോ പിന്നെ ബഹുമാനിക്കോ? ചിലർക്ക് പണം വന്ന ഉടനെ അത് കണ്ണിനെ മറയ്ക്കുമെന്ന് പറയാറുണ്ട്. നീ പുതിയ ജോലിക്കല്ലേ ജോയിൻ ചെയ്യാൻ പോകുന്നത്, എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ? അദ്ദേഹത്തെ ബഹുമാനിക്കാതിരുന്നിട്ടില്ലല്ലോ. നീ നിന്റെ ഹസ്ബൻഡിനെ മാനിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. അദ്ദേഹം എന്തു പറഞ്ഞാലും നീ അത് അനുസരിക്കുന്നതേയില്ല. അതല്ലേ നടക്കുന്നത്? കർത്താവ് നിനക്ക് തന്ന ഭർത്താവിനെ നീ അപമാനിക്കുന്നത് കർത്താവിനെ തന്നെ അപമാനിക്കുന്നത് പോലെയാ മാലതി. ഇത്രയും സമ്പാദിക്കുമ്പോ തന്നെ നീ ഇങ്ങനെ പെരുമാറിയാ നിന്റെ ശമ്പളം ഇനിയും കൂടും. അപ്പൊ നിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അതാലോചിച്ചിട്ടാ ഞാൻ പേടിക്കുന്നത് മാലതി.
ഈ ലോകത്ത് ആദാമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. ഹവ്വ ആദാമിന് തുണയായി അവനെ സഹായിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആദ്യം നീ കർത്താവിന്റെ വാക്കുകളെ മാനിക്കാൻ പഠിക്ക്. പിന്നീട് നിന്റെ ഭർത്താവിന്റെ വാക്കുകളെ മാനിക്കണം. എന്തുകൊണ്ടാണ് നിനക്ക് മാനിക്കാൻ കഴിയാത്തതെന്നോ? നീ അറിയാതെ തന്നെ ഒരഹങ്കാരം നിന്റെ ഉള്ളിലുണ്ട് മാലതി. നീ നിന്റെ ഭർത്താവിന്റെ അഭിപ്രായം കൂടി ചോദിച്ച് ചെയ്താ അദ്ദേഹം എന്താ വേണ്ടെന്ന് പറയാൻ പോകുന്നോ? വേണ്ടെന്നല്ലേ പറയുന്നേ? ആദ്യം നീ കാരണം എന്താന്ന് ചോദിക്ക്. അദ്ദേഹം പറയുന്ന കാരണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. പക്ഷെ നിനക്കിപ്പോ അതിനൊന്നും നേരമില്ലല്ലോ, സത്യമല്ലേ? ചേച്ചി, എനിക്ക് അത്യാവശ്യമായിട്ട് പോണം. ചേച്ചിക്കൊന്നും തോന്നരുതേ പ്ലീസ്. എന്താ നിങ്ങൾ ജ്യോതി ചേച്ചി എന്ന നാടകം കണ്ടില്ലേ? ഭർത്താവിന്റെ വാക്കുകളെ മാനിക്കാത്തത് കൊണ്ട് കുടുംബത്തിലുണ്ടാകുന്ന മനപ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? ഒരുപക്ഷെ നിങ്ങളും ഇതുപോലെയുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് കീഴടങ്ങി നിങ്ങളെ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. അടുത്തതായി നിങ്ങളുടെ കുടുംബ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുവാൻ സഹോദരി ജോയ്സ് ലാസറസ് അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വന്തമാക്കുക. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ പരിപാടിയിലൂടെ ദൈവം നിങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പരിപാടിയിൽ ഭർത്താവിന്റെ വാക്കുകളെ ബഹുമാനിക്കുക. ഈ നാടകമാണ് നിങ്ങൾ കണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഭർത്താവ് ഒരു നല്ല കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ആ ഭാര്യയ്ക്ക് അത് സ്വീകരിക്കാനുള്ള ഒരു നല്ല ഹൃദയമില്ല. ഒരു കുടുംബമെന്ന് പറയുമ്പോൾ ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ ഇവരെല്ലാവരും അടങ്ങിയതാണ്. ആ പരിപാടി, ആ നാടകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര കുടുംബങ്ങളിലാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ ഉള്ളത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നിങ്ങളും ആ നാടകം കണ്ടില്ലേ? സഹോദരിമാരൊക്കെ അത് കണ്ടില്ലേ? നമ്മൾ മാറണം, നമ്മുടെ ജീവിതത്തിൽ മാറണം, മാനസാന്തരപ്പെടണം. ഭർത്താവിനെ കൊച്ചായി കാണരുത്. ഭർത്താവ് വിളിക്കുകയാണെങ്കിൽ വിളി കേൾക്കണം. ശരിയല്ലേ? നമ്മൾ എങ്ങനെയുള്ള ഭാര്യയായിട്ടാണ് ജീവിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കണം. ഒരു ഭാര്യയാണ് ഒരു കുടുംബത്തെ നോക്കേണ്ടത്. സ്വന്തം ഭർത്താവ് വിളിക്കുമ്പോൾ വിളി കേൾക്കാതെ ഭർത്താവിന്റെ വാക്കുകൾക്ക് കീഴടങ്ങാതെ ജീവിച്ചാൽ അതൊരു നല്ല കുടുംബമായിരിക്കില്ല. കുടുംബത്തെ തകർക്കുന്നത് നമ്മളാണ്, നശിപ്പിക്കുന്നത് നമ്മളാണ്, പണിയുന്നത് നമ്മളാണ്. കുടുംബം വളരെ പ്രധാനമാണ്. ഒരിക്കലും ഭർത്താവിനെ തരം താഴ്ത്തി കാണാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, കൊലോസ്യർ 3:18 ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് പറയുന്നു. നമ്മൾ ദേവാലയത്തിലേക്ക് പോകും, യോഗങ്ങൾക്ക് പോകും, പക്വതയോടെ പെരുമാറിയേക്കും. നമ്മുടെ ഭർത്താവിനെ ബഹുമാനിക്കുന്നുണ്ടോ? ഭർത്താവിന്റെ വാക്കുകൾക്ക് നാം കീഴടങ്ങുന്നുണ്ടോ? നമ്മുടെ ഭർത്താവ് നല്ലതേ പറയുകയുള്ളൂ, നമ്മുടെ നല്ലതിനായിരിക്കും പറയുന്നത്, അത് നമുക്ക് അനുഗ്രഹമായിരിക്കും, കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും എന്ന് ഭാര്യമാരായ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നാം ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ വചനം എന്താണ് പറയുന്നത്? വചനത്തിന് കീഴടങ്ങണം. വചനം വായിച്ചാൽ മാത്രം പോരാ, പ്രാവർത്തികമാക്കണം. ഹൃദയത്തിൽ അത് ഉണ്ടായിരിക്കണം. നമ്മുടെ ഭർത്താവിന് വിദ്യാഭ്യാസമില്ലായിരിക്കാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നല്ല ശമ്പളം ഉണ്ടായിരിക്കും, ഭർത്താവ് പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കൊച്ചായി കാണരുത്. ദൈവം നമുക്ക് തന്ന ഭർത്താവിനെ ബഹുമാനിക്കണം, ബഹുമാനിക്കാൻ പഠിക്കണം. ഒരുപക്ഷേ നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയായിരിക്കാം. എങ്ങനെയൊക്കെ ആയാലും ഭർത്താവിനെ മാനിക്കണം. ഭർത്താവിന്റെ വാക്കുകൾക്ക് കീഴടങ്ങണം. മുൻപൊരിക്കൽ ഒരു സഹോദരൻ എന്നെ കാണാനായി വന്നിരുന്നു. അപ്പോൾ ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, സഹോദരി വന്നില്ലേ, നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത്, അവര് വന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഉടനെ ആ സഹോദരൻ എന്നോട് പറയുകയാണ്,
നല്ല തല്ലു കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ശരിക്കും നല്ലോണം കൊടുത്തിട്ടാണ് ഞാൻ വന്നത് നിങ്ങളെ കാണാൻ എന്നെന്നോട് പറഞ്ഞു. ഞാനും എന്തിനാണെന്ന് ആലോചിച്ചു. കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അവള് ഭയങ്കര അധിക പ്രസംഗിയാ. തർക്കുത്തരം പറയുന്നു, എന്തു പറഞ്ഞാലും അനുസരിക്കുന്നില്ല. ഞാൻ ഒന്ന് പറഞ്ഞ അവള് 10 തിരിച്ചു പറയും. അതുകൊണ്ടാ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നത്. ഞാനൊരൊറ്റ അടി വെച്ചു കൊടുത്തു എന്ന് ആ സഹോദരൻ എന്നോട് പറഞ്ഞു. സഹോദരിമാർ ആലോചിക്കണം. വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ബോധപൂർവം പെരുമാറണം. ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കി വെറുതെ തർക്കുത്തരം പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. ഭർത്താവിനും അത് വിഷമമാകും. അദ്ദേഹത്തെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, സ്നേഹത്തോടെ പെരുമാറണം. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കർത്താവിന് മുൻപാകെ ഭയന്ന് നാം ചെയ്യണം. ദൈവ മുൻപാകെ നാം വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ തുണയായി നിൽക്കുമെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണോ ജീവിക്കുന്നത്? എനിക്കൊരു സഹോദരിയെ അറിയാം. അവൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പഠിച്ചിട്ടുണ്ട്. അവളെ അവളുടെ മാതാപിതാക്കൾ ഒരു സാധാരണ കുടുംബത്തിലേക്കാണ് കെട്ടിച്ചയച്ചത്. ഭർത്താവിന് വലിയ വിദ്യാഭ്യാസമില്ല, പക്ഷെ കാണാനൊക്കെ ഭംഗിയുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്. ആ സഹോദരി കാണാനും വലിയ മോശമില്ല. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. പക്ഷെ വിവാഹം കഴിഞ്ഞാണ് അറിഞ്ഞത് ആ പയ്യന് കടയുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കടയൊന്നും ഇല്ല. ഒരു കടയിൽ ജോലിയുണ്ട്, പക്ഷെ ആ സഹോദരി ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഈ കാര്യമൊക്കെ ശരിക്കും അറിയാം. ആ സഹോദരി ഒന്നും പിറുപിറുത്തില്ല. ആ ഭർത്താവിനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഇവൾ രക്ഷ പ്രാപിച്ച് നല്ല അഭിഷേകം നേടി ഒരു പ്രവചനമൊക്കെ പറയുന്ന വ്യക്തിയുടെ സഹോദരിയാണ്. അവളുടെ ആത്മീയ ജീവിതവുമായി കമ്പയർ ചെയ്താൽ അദ്ദേഹം ഒന്നുമല്ല. വേദപുസ്തകം വായിക്കില്ല, പ്രാർത്ഥിക്കില്ല. കണ്ണുകെട്ടി കാട്ടിലേക്ക് അയച്ചതുപോലെയായി അവളുടെ ജീവിതം. എന്നാൽ ആ സഹോദരി ആ ഭർത്താവിനെ സ്നേഹിച്ചു. ഇന്നേ വരെ അവർക്ക് 2 മക്കളുണ്ട്. ആ മക്കൾക്കാണെങ്കിൽ ഡാഡിയെ ഒന്നും പറയരുത്. എന്തെങ്കിലും ഒച്ചയുണ്ടാക്കിയ മമ്മി ഡാഡിയെ ഒന്നും പറയരുത് എന്നവർ പറയും. ആ വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്ത ആ ഭർത്താവിനെ, ആ അപ്പനെ മക്കൾ ബഹുമാനിക്കുന്നു. ആ സഹോദരിയും സ്നേഹിക്കുന്നുണ്ട്. ഇതുവരെ അവരുടെ കുടുംബത്തിൽ സാക്ഷിയായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് പഠിച്ചിട്ടില്ല, അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്നവൾ നിസ്സാരമായി കണ്ടില്ല. എനിക്ക് അതിശയം തോന്നും. കുടുംബങ്ങളെ യഹോവ വഴി നയിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് യോജിപ്പിക്കുന്നു. അതായത് ഇവന് ഇവള്, ഇവൾക്ക് ഇവൻ എന്നു പറഞ്ഞ് ദൈവം കുടുംബങ്ങളെ യോജിപ്പിക്കുന്നു. എന്നാൽ കുടുംബങ്ങളിൽ വേർപിരിവുണ്ടാവരുത്. എന്നും സമാധാനം നിലനിൽക്കണം. സന്തോഷമുള്ള ഒരു കുടുംബജീവിതമായിരിക്കണം. നിങ്ങൾക്ക് നല്ല ശമ്പളം ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവം അറിയാതെ ഒന്നും ചെയ്യരുത്. ഭർത്താവിനോട് പറയണം. ഈ സഹോദരി എവിടെ പോയാലും ഭർത്താവിനെയും കൂട്ടിയാണ് പോവുക. ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഭർത്താവിനാണെങ്കിൽ ഒന്നും അറിയില്ല എന്നു പറഞ്ഞ് വിട്ടിട്ട് പോകാറില്ല. ഭർത്താവിനെ സ്നേഹിക്കണം. ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറുന്നത് എന്നുള്ളത് നിങ്ങളുടെ മക്കൾ ശ്രദ്ധിക്കും. എന്താ, നിങ്ങളൊരു നല്ല അമ്മയാണോ? മക്കൾ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതം തന്നെ എടുക്കുകയാണെങ്കിൽ, എന്റെ വിവാഹം കഴിഞ്ഞ ആ സമയത്ത് സഹോദരൻ അവർകൾ എവിടെയും ശുശ്രൂഷ ചെയ്തിരുന്നില്ല. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വിവാഹം ഭംഗിയായി നടന്നു. എനിക്ക് പലപ്പോഴും തോന്നും, ഞങ്ങളുടെ വിവാഹം എങ്ങനെയാണ് നടന്നത്? അവരുടെ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും സഹോദരനെ തരം താഴ്ത്തി കണ്ടിട്ടേയില്ല. അന്നും ബഹുമാനിച്ചു, ഇന്നും അതേ ബഹുമാനം തന്നെ ഉണ്ട്. ഞങ്ങൾ നന്നായി ജീവിച്ചു വരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. കയ്യിലാണെങ്കിൽ ഒരു പൈസയില്ല. പെട്ടെന്നായിരിക്കും ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞ് കാശ് ചോദിക്കുന്നത്. അപ്പോ സഹോദരൻ അവർകൾ കണ്ണടച്ച് കിടന്നുകൊണ്ട് എന്നോട് പറയും, എന്റെ അടുത്ത് കാശില്ല എന്നെന്നോട് പറയുമായിരുന്നു. ഞാനൊന്നും പറയാറില്ല, മിണ്ടാതിരിക്കും. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാനും പറ്റാറില്ല. കാശ് കാണില്ല, കൊണ്ടുപോകാനും ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. എപ്പോഴും നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കില്ല, കർത്താവ് എന്തെങ്കിലും നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും. കർത്താവിനോട് എന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവം പതുക്കെ പതുക്കെ ശുശ്രൂഷ ചെയ്ത് ഇന്ന് പലർക്കും അനുഗ്രഹമായി ഞങ്ങളെ ആക്കിയിരിക്കുന്നു. ഒരുപക്ഷെ അന്ന് ഞാൻ ഈ ജീവിതം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഉപേക്ഷിച്ചിരുന്നു എങ്കിൽ ഈ ഒരു അനുഗ്രഹം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും കിട്ടുമായിരുന്നില്ല. ഭാര്യമാരായിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബത്തെ പടുത്തുയർത്തണം.
പറയുന്ന വാക്കുകളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം. ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഭാര്യയായി നാം കാണപ്പെടരുത്. അധിക പ്രസംഗം പറയുന്ന ഭാര്യമാരായിരിക്കരുത്. സ്നേഹമുള്ള ഭാര്യമാരായിരിക്കണം. ഭർത്താക്കന്മാരെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കണം. ഒരു കൈത്താങ്ങായി ജീവിക്കണം. വേദവചനപ്രകാരം ജീവിക്കണം. പ്രാർത്ഥിക്കണം. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കണം. ഭർത്താവ് ഒരുപക്ഷെ രക്ഷ പ്രാപിച്ചിട്ടില്ലായിരിക്കാം. അദ്ദേഹത്തെ കർത്താവിൽ വഴി നയിക്കണം. സന്തോഷം നിറഞ്ഞ ഒരു കുടുംബമായി കാണപ്പെടണം. ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും നൽകണം. അതാണ് വേണ്ടത്. ഭാര്യമാരായിരിക്കുന്ന നമ്മൾ കുടുംബത്തിൽ പ്രധാനപ്പെട്ടവരാണ്. നമ്മൾ എപ്പോഴും വഴക്കുണ്ടാക്കരുത്, ദേഷ്യമുള്ളവരായിരിക്കരുത്, ആവേശപ്പെടുന്നവരായിരിക്കരുത്. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭാര്യയായിരിക്കരുത്. സഹിഷ്ണുതയുണ്ടായിരിക്കണം. അതിനായി കർത്താവിനോട് അപേക്ഷിക്കണം. ധാരാളം കുടുംബങ്ങളിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ നിസ്സാരമായി കാണുന്നതുകൊണ്ടാണ് കുടുംബത്തിൽ അനുഗ്രഹങ്ങളില്ലാത്തത്. മക്കളുടെ ജീവിതത്തിലും അനുഗ്രഹമില്ല. ഒരു കുടുംബത്തിന്റെ നാഥനാണ് ഭർത്താവ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ നാം മാനിക്കണം. എന്ത് കാര്യമാണെങ്കിലും പരസ്പരം ചർച്ച ചെയ്യണം. പരസ്പരം സംസാരിച്ച് തീരുമാനമെടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് തന്ന് ഉയർച്ച നൽകും. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. കീഴടങ്ങുന്ന സ്വഭാവം ഭാര്യമാരായ നമ്മുടെ ഉള്ളിൽ കാണപ്പെടണം. വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ചുപയോഗിക്കണം. ഭർത്താക്കന്മാരോട് സൂക്ഷിച്ച് സംസാരിക്കണം. സ്നേഹത്തോടെ അവരോട് പെരുമാറണം. ഭാര്യയുടെ നല്ല പെരുമാറ്റത്തിലൂടെയാണ് ഭർത്താവിനും നന്മയുണ്ടാകുന്നത്. സ്നേഹമുള്ള ഒരു ഭാര്യയായി നിങ്ങൾ കാണപ്പെടേണ്ടതാണ്. കർത്താവ് നമുക്ക് തന്ന ഭർത്താവിനെ നാം സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ഭർത്താവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നുണ്ടോ? എന്റെ ഭാര്യ സ്നേഹമുള്ളവളാണ് എന്ന് അദ്ദേഹം സാക്ഷ്യം പറയുന്നുണ്ടോ? നമ്മൾ എങ്ങനെയുള്ള ഭാര്യമാരായിട്ടാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമില്ലേ? എല്ലാ കാര്യങ്ങളിലും തടസ്സം കാണപ്പെടുന്നുണ്ടോ? മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമില്ലേ? മാനസാന്തരപ്പെടണം. നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ പടുത്തുയർത്തുന്നതാണ്. നാം ഭർത്താവിനെ ബഹുമാനിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകളെ അനുസരിക്കണം. സ്നേഹിക്കണം. ഭർത്താവിന്റെ വാക്കുകൾക്ക് കീഴടങ്ങി നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്വർഗലോകത്തിലെ പിതാവേ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. യേശുവേ, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേക്ക് സ്തോത്രമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പരിപാടിയിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. കർത്താവേ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും അങ്ങ് സംസാരിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകട്ടെ. ദുഷ്ടനായ പിശാച് സഹോദരിമാരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കാത്ത വിധം കർത്താവേ, അവരുടെ ചിന്തകളിൽ കയറി പറ്റാതെ കർത്താവേ, അനുഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടാക്കാതെ അവന്റെ പ്രവൃത്തികളെല്ലാം യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ. കർത്താവേ, മാനസാന്തരപ്പെടാൻ അനുവദിക്കാതെ തടസ്സം നിൽക്കുന്ന ആത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകുമാറാകട്ടെ. കർത്താവെ, അങ്ങ് കുടുംബങ്ങളെ സ്നേഹിക്കുന്നു. കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നു. കർത്താവേ, കർത്താവെ, അങ്ങ് ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് നല്ലൊരു കുടുംബമാക്കി മാറ്റേണമേ. കർത്താവേ, കർത്താവെ, കുടുംബങ്ങളിൽ വേർപിരിവുണ്ടാക്കുന്ന ആത്മാവുകൾ, സമാധാനം നശിപ്പിക്കുന്ന ആത്മാവുകൾ, സ്നേഹമില്ലാത്ത ചുറ്റുപാടുകൾ, ഇവയെല്ലാം കൊണ്ടുവരുന്ന ദുരാത്മാവുകൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകട്ടെ. കർത്താവേ, കർത്താവെ, അങ്ങ് നൽകിയ ഭർത്താവിനെ സ്നേഹിക്കണം. കർത്താവേ, അങ്ങ് നൽകിയ ഭർത്താവിനെ തരം താഴ്ത്തി കാണാതെ സ്നേഹിക്കണമേ. എന്റെ ഭർത്താവിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. കർത്താവിനെ സ്നേഹിക്കണം. കർത്താവെ, അങ്ങനെയുള്ള ഒരു സ്നേഹം എനിക്ക് നൽകണമേ. ഭർത്താവിന് കീഴടങ്ങാനുള്ള ബുദ്ധി ഇവർക്ക് നൽകണേ. യേശുവേ, അങ്ങയുടെ വാക്കുകൾക്ക് 100% കീഴടങ്ങി ജീവിക്കാനുള്ള കൃപ നൽകണേ. കർത്താവെ, അങ്ങയുടെ വേദപുസ്തകത്തെ സ്നേഹിക്കുമ്പോൾ സമാധാനം ലഭിക്കുന്നുണ്ട്. ഇവരെ അതിനായി എപ്പോഴും വഴി നയിക്കണേ. കർത്താവെ, കർത്താവെ, അങ്ങേക്ക് എപ്പോഴും പ്രഥമ സ്ഥാനം നൽകി അങ്ങയുടെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഇവർക്ക് കൃപ നൽകണമേ. എല്ലാ കുടുംബങ്ങളിലും അങ്ങ് പ്രവർത്തിക്കണമേ. യേശുവേ, കർത്താവെ, കീഴടങ്ങാത്ത ഭാര്യമാരോട് അങ്ങ് സംസാരിക്കണമേ. ഇന്നു മുതൽ അവരോട് സംസാരിച്ച് അവരുടെ ജീവിതത്തെ ശരിയാക്കണമേ. കുടുംബത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവരുന്ന സഹോദരിമാരായി ഇവരെ മാറ്റണേ. കർത്താവേ, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ഇല്ലല്ലോ, എന്റെ ജീവിതത്തിൽ എല്ലാത്തിലും തടസ്സമാണ്, പോരാട്ടമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സഹോദരിമാരോട് ദയ കാണിക്കണേ. മനസ്സലിവ് തോന്നണമേ. കർത്താവേ, ഈ സഹോദരിമാരെ രക്ഷിച്ച് അഭിഷേകിച്ച് അങ്ങേക്ക് സാക്ഷിയായി നിർത്തേണമേ. കർത്താവേ, കർത്താവേ,
അങ്ങങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവേ. കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അങ്ങയെക്കുറിച്ചുള്ള ഭയവും ഭക്തിയും ഉണ്ടാകണമേ കർത്താവേ. അങ്ങേക്ക് പ്രഥമ സ്ഥാനം നൽകി സാക്ഷിയുള്ള കുടുംബമായി മാറ്റണമേ. അങ്ങങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. എല്ലാ സ്തുതിയും മാനവും മഹിമയും അങ്ങേക്കായി സമർപ്പിക്കുന്നു. രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. കുടുംബം എന്നത് വളരെ പ്രധാനമാണ്. ഒരു നല്ല കുടുംബമായി നമ്മുടെ കുടുംബം കാണപ്പെടണം. കുടുംബങ്ങളെ തകർക്കുന്ന സഹോദരിമാരായി നാം ഒരിക്കലും കാണപ്പെടരുത്. കുടുംബങ്ങളെ ക്രിസ്തുവിൽ പടുത്തുയർത്തുന്ന സഹോദരിമാരായി കാണപ്പെടണം. അതുമാത്രമല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭർത്താവിനായി നാം കർത്താവിനോട് നന്ദി പറയണം. ഭർത്താവിനെ അനുഗ്രഹിക്കണം, ഭർത്താവിന്റെ ജോലിയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുമാറാകട്ടെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ പരിപാടി സത്യം ടിവിയിലും അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് 24 മണിക്കൂറും യേശു വിടുവിക്കുന്നു പരിപാടികളും സഹോദരൻ മോഹൻ സി ലാസറസ് അവരുടെ സന്ദേശവും കേൾക്കണമെന്നുണ്ടെങ്കിൽ കംഫർട്ട് TV ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 24 മണിക്കൂറും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും. നാളെയും അതുപോലെ മറ്റന്നാളും വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. അതുമാത്രമല്ല, നാളെ ദൈവഭവനത്തിൽ വെച്ച് രാജ്യത്തിന്റെ ഉണർവിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രാത്രി 10 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ ഇത് നടക്കും. നിങ്ങൾ കുടുംബത്തോടെ അതിൽ പങ്കെടുക്കുക. ദൈവം തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.